+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസ് പാർട്ട് 4. കഴിഞ്ഞ സെക്ഷനിൽ 9.2 സെക്ഷനിലുള്ള എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്തത്. അതിൻ്റെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസും അടുത്ത ടോപ്പിക്കായ അരിത്തമെറ്റിക് മീനിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ പ്രോബ്ലംസുമാണ് ഈ പാർട്ടിൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17 to 23. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 17. The sum of the first P, Q and R terms of an AP are A, B and C respectively. Prove that A by P into Q minus R plus B by Q into R minus P plus C by R into P minus Q equal to 0. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ സം ഓഫ് ഫസ്റ്റ് പി ടേംസ് ഈസ് എ, അതായത് എസ് പി ഈക്വൽ ടു എ ആണ്. കൂടാതെ എസ് ക്യു തന്നിട്ടുണ്ട് ബി, എസ് ആർ ഈക്വൽ ടു സി. ഇവിടെയാണ് നാം നേരത്തെ ചെയ്യുന്ന ഫോർമുലയുടെ പ്രസക്തി. അതായത് ഫസ്റ്റ് ടേം എ ആണ്, ആദ്യത്തെ പി ടേമിൻ്റെ സമ്മും എ ആണ്. ഇത് രണ്ടും നമുക്ക് ഒരേപോലെ സാധിക്കില്ല. അതുകൊണ്ടാണ് നാം ഫോർമുല ആദ്യമേ ഫസ്റ്റ് ടേം A1 ആയിട്ട് എഴുതിയത്. അതായത് nth ടേം an ഈക്വൽ ടു A1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നും അതുപോലെ തന്നെ Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2A1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന രീതിയിൽ ഫോർമുല ആദ്യമേ എഴുതിയത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം ഇങ്ങനെ എഴുതാം. എസ് പി അതായത് സം ഓഫ് ഫസ്റ്റ് പി ടേംസ്, ഇതാണ് എസ് പി. എസ് പിയുടെ വാല്യൂ നമുക്കറിയാം, p/2 ഇൻറ്റു 2A1 പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് തന്നിരിക്കുന്ന വാല്യൂ എ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഈക്വൽ ടു p/2 ഇൻറ്റു 2A1 പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി, ഇക്വേഷൻ നമ്പർ 1. ഇതേ രീതിയിൽ തന്നെ എസ് ക്യു, സം ഓഫ് ഫസ്റ്റ് ക്യൂ ടേംസ്, അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് q/2 ഇൻറ്റു 2A1 പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി. ആ വാല്യൂ ഗിവൺ ബി ആണ്. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇതേപോലെ സം ഓഫ് ഫസ്റ്റ് ആർ ടേംസ്, ദാറ്റ് ഈസ് എസ് ആർ, അതിൻ്റെ വാല്യൂ നമുക്കറിയാം, r/2 ഇൻറ്റു 2A1 പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു ഡി. അതിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് സി ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ ഇവിടെ പറയുന്നത് എ ബൈ പി ഇൻറ്റു ക്യൂ മൈനസ് ആർ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കാം. നമ്മൾ ഈ എസ് പി എന്നെഴുതുന്നത് അത് ഇക്വേഷൻ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എഴുതേണ്ട ആവശ്യമില്ല, എങ്കിലും ഇവിടെ ഉണ്ടായിക്കോട്ടെ. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എ ബൈ പി, ഈ പിയെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ എ ബൈ പി ആയി. ഈ ക്യൂവിനെ ഇങ്ങോട്ട് മാറ്റിയാൽ ഡിനോമിനേറ്ററിലെത്തി ബി ബൈ ക്യൂ. ആറിനെ ഇങ്ങനെ എഴുതിയാൽ സി ബൈ ആർ ആയി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെയും കൂടി മാറ്റാം, എ ബൈ പി എന്ന രീതിയിൽ എഴുതാം. പിന്നെ അതിനെ ആ ക്യൂ മൈനസ് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് എ ബൈ പി ഇൻറ്റു ക്യൂ മൈനസ് ആർ. പി ഡിനോമിനേറ്ററിലേക്ക് മാറ്റി, കൂടാതെ ക്യൂ മൈനസ് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു. ദെൻ ഈക്വൽ ടു, ഇവിടെ പി മാറ്റിയതാണ്, അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം അവിടെ, ക്യൂ മൈനസ് ആർ ബൈ 2 ഇൻറ്റു 2A1 പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി. അതേപോലെ നമുക്ക് അടുത്ത ഇക്വേഷനും എഴുതാം, ബി ബൈ ക്യൂ ഇൻറ്റു ആർ മൈനസ് പി ഈക്വൽ ടു, ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. അതായത് ക്യൂ ഇങ്ങോട്ട് മാറി, ബാക്കി ആർ മൈനസ് പി ബൈ 2, ഈ 2 ആണ് പഴയ 2, ബൈ 2 ഇൻറ്റു 2A1 പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി. ദെൻ അടുത്ത ഇക്വേഷൻ സി ബൈ ആർ.
സി ബൈ ആർ ഇൻറ്റു പി മൈനസ് ക്യൂ ഈക്വൽ ടു സി ഇങ്ങോട്ട് മാറ്റി ബാക്കി പി മൈനസ് ക്യൂ അവിടെ ഉണ്ടായിരിക്കും ബൈ 2 ഇൻറ്റു 2a1 പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു ഡി. ഇങ്ങനെ മറ്റൊരു 3 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ പേര് നമുക്ക് കൊടുക്കാം. ഇക്വേഷൻ 4, ദെൻ ഇക്വേഷൻ 5, ദെൻ ഇക്വേഷൻ 6. ഇങ്ങനെ 3 ഇക്വേഷൻ. ഇനി ഇതിൽ 4 + 5 + 6 ചെയ്താൽ നമ്മുടെ LHS ആയി. അതുകൊണ്ട് നമുക്കത് കൊടുത്താൽ ഇക്വേഷൻ 4 പ്ലസ് ഇക്വേഷൻ 5 പ്ലസ് ഇക്വേഷൻ 6, 4 + 5 + 6 ഇംപ്ലൈസ് നമുക്ക് കിട്ടുന്നത് LHS ആണ്. പ്രൂവ് ചെയ്യേണ്ട LHS, അതായത് a/p ഇൻറ്റു q മൈനസ് ആർ പ്ലസ് b/q ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് c/r ഇൻറ്റു പി മൈനസ് ക്യൂ. ഇത് 0 എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഈക്വൽ ടു ഇതെല്ലാം ഇതുപോലെ ആഡ് ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അതായത് q മൈനസ് ആർ ബൈ 2 ഇൻറ്റു 2a1. ഇപ്പോൾ എല്ലാറ്റിലുള്ള ടേമാണ് 2a1. 2a1 എല്ലാ ടേമിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു 2a1 ഇൻറ്റു പിന്നെ ബൈ 2 ഉണ്ട്. 2a1 ബൈ 2 ക്യാൻസൽ ചെയ്യാം, എന്നാലും നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. 2a1 ബൈ 2, 2a1 ബൈ 2, 2a1 ബൈ 2 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ഫസ്റ്റ് ടേമിൽ q മൈനസ് ആർ, ദെൻ അടുത്ത ടേം ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. ഇപ്പോൾ ആദ്യ ടേം ആഡ് ചെയ്തു, ദെൻ അടുത്തത് പ്ലസ്. നമുക്കിനി വരുന്നത് ഇതാണ് നമ്മുടെ ടേം. അതായത് എല്ലാറ്റിലും d/2 കോമൺ ആണ്. d/2, d/2. അതുകൊണ്ട് d/2 ഔട്ട്. d/2 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി വരുന്നത് q മൈനസ് ആർ ഇൻറ്റു പി മൈനസ് 1, q മൈനസ് ആർ ഇൻറ്റു പി മൈനസ് 1 പ്ലസ് ആർ മൈനസ് പി ഇൻറ്റു q മൈനസ് 1 പ്ലസ് പി മൈനസ് ക്യൂ ഇൻറ്റു ആർ മൈനസ് 1 ഈക്വൽ ടു ഇത് ബ്രാക്കറ്റ് മാറ്റിയാൽ q മൈനസ് ക്യൂ ഉണ്ട്, പി മൈനസ് പി, ആർ മൈനസ് ആർ. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ a1 ഇൻറ്റു 0 പ്ലസ് d/2 ഇൻറ്റു നോക്കാം. നമുക്ക് ഈ ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഓരോന്നിലും 4 വീതം. അപ്പോൾ ടോട്ടൽ 12 ടേം ഉണ്ട്. ഇവിടെ പിയും ക്യൂവും ആറും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 0 കിട്ടണമെങ്കിൽ ക്യൂ ഉള്ള സ്ഥാനത്ത് മൈനസ് ക്യൂ ഉണ്ടായിരിക്കും, പി ആർ ഉള്ളിടത്ത് മൈനസ് പി ആർ. ഇങ്ങനെ ആണ് ക്യാൻസൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആകെ 12 ടേം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 6 എണ്ണം പോസിറ്റീവും അതുപോലെയുള്ള 6 നെഗറ്റീവുമാണ് ഉണ്ടായിരിക്കുക. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കാം. ഇതാ പി ക്യൂ എന്ന ടേം ഉണ്ടായിരിക്കും, പ്ലസ് പി ക്യൂ. ഇതാ മൈനസ് പി ക്യൂ. ഇപ്പോൾ 2 ടേം ക്യാൻസലായി. ദെൻ ക്യൂ ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ. നമുക്ക് പ്ലസ് ക്യൂ വരുന്ന ടേം ഇവിടെ തന്നെ ഇതാ മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് 1, അപ്പോൾ പ്ലസ് ക്യൂ. ഇപ്പോൾ 2 ടേം എന്ന് പറഞ്ഞാൽ 4 ടേം ക്യാൻസലായി. ദെൻ ആർ ഇൻറ്റു മൈനസ് 1, മൈനസ് ആർ ഇൻറ്റു മൈനസ് 1, അതായത് പ്ലസ് ആർ. ഇതാ മൈനസ് ആർ ഇതാ. അപ്പോൾ ആ ടേമും ക്യാൻസലായി. ദെൻ അടുത്ത ടേം ക്യൂ ആർ ഇതാ മൈനസ് ക്യൂ ആർ. ഇങ്ങനെ എല്ലാ ടേമും ക്യാൻസൽ ചെയ്യും. ഇത് ക്യാൻസൽ ചെയ്യാനുള്ള പ്രത്യേകത സിമെട്രിക് ആണ്. ക്യൂ മൈനസ് ആർ, ദെൻ ആർ മൈനസ് പി മൈനസ് ക്യൂ. ക്യൂവും ആറും ഉള്ളിടത്ത് പി ആണുള്ളത്, ആറും പിയും ഉള്ളിടത്ത് ക്യൂ ആണുള്ളത്, പിയും ക്യൂ ഉള്ളിടത്ത് ആറാണുള്ളത്. അതുകൊണ്ട് എല്ലാ ടേമും ക്യാൻസലാവും. അതുകൊണ്ട് നമ്മുടെ ആൻസർ 0. LHS പറയുന്നത് a/p ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് b/q ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് c/r ഇൻറ്റു പി മൈനസ് ക്യൂ ഈക്വൽ ടു 0. Then next question, 18th question. The ratio of the sum of m and n terms of an AP is
m square is to n square. Show that the ratio of mth and nth term is 2m minus 1 is to 2n minus 1. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. തന്നിരിക്കുന്നത് സം ഓഫ് എം ടേംസ് ആൻഡ് എൻ ടേംസ്, അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സം ഓഫ് എം ടേംസ് എന്ന് പറഞ്ഞാൽ m/2 ഇൻറ്റു m/2 ഇൻറ്റു 2a1 പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി, ഇതാണ് mth ടേം. ഇനി nth ടേം ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ m സ്ക്വയർ ഈസ് ടു n സ്ക്വയർ. a ഈസ് ടു b എന്ന് പറഞ്ഞാൽ a ഈസ് ടു b ഈക്വൽ ടു c ഈസ് ടു d ആണെങ്കിൽ a/b ഈക്വൽ ടു c/d. ഇതേ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ mth ടേം സം ഓഫ് ഫസ്റ്റ് m ടേംസ് ഓഫ് എൻ എ പി ആണ് എഴുതിയത്. ഇനി സം ഓഫ് n ടേംസ് ഓഫ് എൻ എ പി, അതാണ് n/2 ഇൻറ്റു 2a1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് തന്നിരിക്കുന്ന m സ്ക്വയർ ഈസ് ടു n സ്ക്വയർ, ദാറ്റ് ഈസ് m സ്ക്വയർ ബൈ n സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്യുന്നു. ഈ എമ്മും ഈ എമ്മിലെ ഒരെണ്ണവും എന്നും ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ക്യാൻസലാക്കി ബാക്കി 2a1 പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ബൈ 2a1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് കിട്ടിയ വാല്യൂ m/n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1ൽ നമുക്ക് കിട്ടേണ്ടത് 2m-1/2n-1 ആണ്. അതായത് ഇക്വേഷൻ 1ൽ എമ്മിൻ്റെ സ്ഥാനത്ത് 2m-1ഉം എന്നിൻ്റെ സ്ഥാനത്ത് 2n-1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ട് m ഈക്വൽ ടു 2m-1 ആൻഡ് n ഈക്വൽ ടു 2n-1 ഇൻ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 2a1 പ്ലസ് എമ്മിൻ്റെ സ്ഥാനത്ത് 2m-1, 2m-1 then -1 ഇൻറ്റു ഡി ബൈ 2a1 പ്ലസ് 2n-1 ഇൻറ്റു ഡി. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 2m-1 ബൈ 2n-1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2a1 പ്ലസ് 2m-2d ബൈ 2a1 പ്ലസ് 2n-2d ഈക്വൽ ടു 2m-1 ബൈ 2n-1. നമുക്കതിലെല്ലാ ടൈമിലും 2 കോമൺ ആണ്. അപ്പോൾ 2 കൊണ്ട് മൊത്തം കോമൺ ആയിട്ട് എടുത്തിട്ടാണ് ഡിവൈഡ് ചെയ്യണത്. പ്ലസ് ഉള്ളിടത്ത് ക്യാൻസലേഷൻ ഇല്ല. എങ്കിലും a1 പ്ലസ് m-1 ഇൻറ്റു ഡി, എല്ലാ ടേമൊന്നും 2 ഡിവൈഡ് ചെയ്തു. a1 പ്ലസ് n-1 ഇൻറ്റു ഡി ഈക്വൽ ടു 2m-1 ബൈ 2n-1. നമുക്ക് a1 പ്ലസ് m-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ mth ടേം ഓഫ് എൻ എ പി. ഇത് nth ടേം ഓഫ് എൻ എ പി ആണ്. അതുകൊണ്ട് നമ്മുടെ റേഷ്യോ, അതായത് ഗിവൺ റേഷ്യോ, റിക്വയർഡ് റേഷ്യോ ഈസ് റിക്വയർഡ് റേഷ്യോ ഈസ് 2m-1 ഈസ് ടു 2n-1. ഇതാണ് നമ്മുടെ ആൻസർ. Then question number 19. If the sum of n terms of an AP is 3n square plus 5n and its mth term is 164, find the value of m. ഇവിടെ തന്നിരിക്കുന്നത് സം ഓഫ് n ടേംസ് ഓഫ് എൻ എ പി. nth ടേം ഓഫ് എൻ എ പി നമുക്കറിയാം
എസ് എൻ. എന്താണ് എസ് എൻ ഇവിടെ തന്നിരിക്കുന്നത്? എസ് എൻ ഈക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം A1 2A1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഈ വാല്യൂ എത്രയാണ്? ഗിവൺ ഡാറ്റ പ്രകാരം 3n സ്ക്വയർ പ്ലസ് 5n. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അതായത് n ഇൻറ്റു A1 പ്ലസ് എൻ സ്ക്വയർ ഡി ബൈ 2 മൈനസ് എൻ ഡി ബൈ 2 ഈക്വൽ ടു 3n സ്ക്വയർ പ്ലസ് 5n. ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയതാണ്. ഇതിൽ നിന്ന് രണ്ട് തരം ടേമാണുള്ളത്. കോയിഫിഷ്യൻ്റ് ഓഫ് എൻ സ്ക്വയറും ഉണ്ട്, കോയിഫിഷ്യൻ്റ് ഓഫ് എന്നും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. കമ്പയറിംഗ് കോയിഫിഷ്യൻ്റ് കോയിഫിഷ്യൻസ് ഓഫ് എൻ സ്ക്വയർ. എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഡി ബൈ 2 ആണ്. റൈറ്റ് സൈഡിൽ 3 ആണ്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഡി ഈക്വൽ ടു 6. 3 ഇൻറ്റു 2 6. ദെൻ ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് എൻ കമ്പയർ ചെയ്യുന്നു. comparing coefficient of കോയിഫിഷ്യൻസ് ഓഫ് എൻ. എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതായത് A1 മൈനസ് ഡി ബൈ 2 A1 മൈനസ് ഡി ബൈ 2 ഇതാണ് ലെഫ്റ്റ് സൈഡിൽ. A1 ദെൻ ഡി ബൈ 2 ഈക്വൽ ടു 5. ഇതിൽ നിന്ന് നാം കാണുന്നത് A1 ഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ A1 മൈനസ് ഡി ബൈ 2 3 ഈക്വൽ ടു 5. ഇതിൽ നിന്ന് A1 കാണുന്നു. A1 ഈക്വൽ ടു 3 പ്ലസ് 5 8. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി ഇവിടെ തന്നിരിക്കുന്നത് mth ടേം 164 ആണെങ്കിൽ m ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന am ഫോർമുല പ്രകാരം am ഈക്വൽ ടു A1 പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് തന്നിരിക്കുന്ന 164. അതിൽ A1 അറിയാം 8 പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു 6 ഈക്വൽ ടു 164. അതായത് m മൈനസ് 1 ഇൻറ്റു 6 ഈക്വൽ ടു 164 മൈനസ് 8 156. Therefore m minus 1 equal to 156 by 6 equal to 26. അതായത് നമുക്കിവിടെ കിട്ടിയത് m മൈനസ് 1 എന്നുള്ളതാണ് 26. m മൈനസ് 1 equal to 26. Therefore m equal to 27. എമ്മിൻ്റെ വാല്യൂ ആണ് ഇവിടെ കാണാൻ ചോദിച്ചത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 പറയുന്നത് എ മാൻ സ്റ്റാർട്ട്സ് റിപ്പയറിംഗ് എ ലോൺ ആസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ₹100. If he increases the installment by ₹5 every month, what amount he will pay in the 30th installment? അതായത് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 100 രൂപയാണ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഓരോ മാസവും 5 രൂപ വീതം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 30ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ അദ്ദേഹം എത്ര രൂപയാണ് അടയ്ക്കുന്നത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 100 ആണ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്കറിയാം 5 രൂപ കൂട്ടിയാൽ 105 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ AP ഒന്ന് സൂചിപ്പിക്കാം. ദ റിക്വയർഡ് AP ഈസ്
ദ റിക്വയർഡ് എ പി ഈസ് ആദ്യത്തെ മാസം 100 rupees. Then 105, then 110. ഇതേ രീതിയിലാണ് വർദ്ധിപ്പിക്കുന്നത്. എ പി കിട്ടിയത് കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതാം. ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് A1 അറിയാം 100. ദെൻ 5 രൂപയാണ് വർദ്ധിക്കുന്നത്, അതുകൊണ്ട് അതറിയാം. ഡിയുടെ വാല്യൂ 5 ആണെന്നും അറിയാം. പിന്നെ 30ാമത്തെ മാസമാണ്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 30. നമുക്കിനി കാണാനുള്ളത് A30 എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം A30 ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ A30 കാണുമ്പോൾ ഫോർമുല പ്രകാരം A30 ഈക്വൽ ടു A1 പ്ലസ് ഫോർമുല AN ഈക്വൽ ടു A1 പ്ലസ് n-1 ഇൻറ്റു D, അതായത് 30 മൈനസ് 1 ഇൻറ്റു D. A1 തന്നിട്ടുണ്ട് 100 പ്ലസ് 29 ഇൻറ്റു D, D ഈക്വൽ ടു 5, ദാറ്റ് ഈസ് 100 പ്ലസ് 145. അപ്പോൾ 30ാമത്തെ മാസത്തെ എമൗണ്ട് 245 rupees. A30. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് A30 എത്രയാണെന്നാണ്. അതായത് 30ാമത്തെ മാസത്തിൽ അദ്ദേഹം അടയ്ക്കുന്ന പണം എത്രയാണ് എന്നതാണ് ചോദ്യം. ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മുൻപ് നമുക്ക് ഒരു സെറ്റ് നമ്പേഴ്സ് ഒന്ന് നോക്കാം. കൺസിഡർ ദ 3 numbers 5, 10, 50. 5, 10, 50. എന്താണിത്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എൻ AP. ഇതിൽ മിഡിൽ വൺ ഏതാണ്? ഇതിലെ മിഡിൽ വൺ 10. ഇതൊരു AP ആണെന്ന് അറിയാം നമുക്ക്. ഇതിലെ മിഡിൽ വൺ ആണ് എന്താ? 10 എന്നുള്ളതാണ് ഇവിടുത്തെ മിഡിൽ വൺ. ഈ 10നെയാണ് നാം പറയുന്നത് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്ന് മാത്രമല്ല, അരിത്തമെറ്റിക് മീൻ ഓഫ് 5 and 15. 5ൻ്റെയും 15ൻ്റെയും അരിത്തമെറ്റിക് മീനാണ് ഏത്? 10. അതായത് ഇവിടെ ഒരു സീക്വൻസിൽ 3 എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിലെ മിഡിൽ വണ്ണിനെയാണ് നാം എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ ഓഫ് ദ അതർ 2. 3 എലമെൻറ്റുകൾ AP-യിലാണെങ്കിൽ അതിലെ മിഡിൽ വണ്ണിനെയാണ് നാം പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ്. അതായത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ, അതായത് A, സ്മോൾ a, then capital A and B are in AP, are in arithmetic progression. Arithmetic progression ആണെങ്കിൽ then middle one, ഇതിലെ middle one ഏതാ? A. Then capital A is called the arithmetic mean of arithmetic mean in short AM. Arithmetic mean of A and B, എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ. ഇവിടെ ഇനി എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാണുക എന്ന് നോക്കണം. എയും ക്യാപിറ്റൽ എയും ബിയും AP-യിലാണെങ്കിൽ നമുക്കറിയാം AP-യുടെ പ്രത്യേകത സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച വാല്യൂ തന്നെയായിരിക്കും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് കുറച്ചതും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, A, B are in AP. AP-യിലാണെങ്കിൽ ക്യാപിറ്റൽ A മൈനസ് സ്മോൾ a, ദാറ്റ് ഈസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. A ഇങ്ങോട്ട് മാറ്റിയാൽ 2A ഈക്വൽ ടു നമുക്ക് കിട്ടിയ വാല്യൂ A പ്ലസ് B, ഓർ അരിത്തമെറ്റിക് മീൻ A ഈക്വൽ ടു A പ്ലസ് B ബൈ 2. ഇപ്പോൾ 3 നമ്പർ AP-യിലാണെങ്കിൽ അതിലെ മിഡിൽ വൺ എന്നതാണ് അരിത്തമെറ്റിക് മീൻ. ഇനി അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല
ഫസ്റ്റ് പ്ലസ് തേർഡ് ബൈ 2. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10നും അതുപോലെ തന്നെ 30നും ഇടയിലുള്ള അരിത്തമാറ്റിക് മീൻ. ഇപ്പോൾ 10, 20, 30 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. ഇതിലെ 20 എന്നുള്ളതാണ് അരിത്തമാറ്റിക് മീൻ ഓഫ് 10 and 30. അപ്പോൾ നമുക്ക് ഈ ഫോർമുല പ്രകാരം 20 എങ്ങനെ കണ്ടുപിടിക്കുക? 10 പ്ലസ് 30 ബൈ 2 എന്താ കിട്ടുക? വാല്യൂ ഈക്വൽ ടു 20 തന്നെ. അതായത് 20 എന്നുള്ള അരിത്തമാറ്റിക് മീനിനെ കാണാൻ ഇൻ ജനറൽ ഇഫ് എ capital A, B are in AP, then capital A is called the arithmetic mean of capital A and capital B. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്ന്, അരിത്തമെറ്റിക് മീൻ. അപ്പോൾ 3 എലമെൻ്റ് ഉണ്ടാവുമ്പോൾ, ഒരു സീക്വൻസിൽ 3 എലമെൻ്റ് ഉണ്ടാവുമ്പോഴാണ് മിഡിൽ വണ്ണിനെ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ ഓഫ് ദ അതർ 2. ഇനി ഒരു എ പിയിൽ എല്ലായ്പ്പോഴും 3 എലമെൻറ്റ് മാത്രമല്ല ഉണ്ടായിക്കൊള്ളുന്നുള്ളൂ, കൂടുതൽ എലമെൻറ്റുകൾ ഉണ്ടാവാം. ഇപ്പോൾ ഇതാ ഒരു 10, മറ്റൊന്ന് 20, മറ്റൊന്ന് 30, 40, 50, 60, 70. ഇപ്പോൾ 7 എലമെൻറ്റുകളുണ്ട്. 10, 20, 30, 40, 50, 60, 70. ഇതൊരു എ പിയിലാണ്, ക്ലിയറാണ്. 10 ആഡ് ചെയ്തിട്ടാണ് ആ സീക്വൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ എ പിയിൽ 7 ടേംസ് ഉണ്ട്. ഇപ്പോൾ ഈ 10നും 70നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. ഈ 5 നമ്പേഴ്സിന് നാം പറയുന്ന പേരാണ് അരിത്തമെറ്റിക് മീൻസ്. നേരത്തെ അരിത്തമെറ്റിക് മീൻ ആയിരുന്നു, ഇവിടെ അരിത്തമെറ്റിക് മീൻസ്. അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ 10 and 70. 10നും 70നും ഇടയിലുള്ള അരിത്തമെറ്റിക് മീനാണ് ഏത്? 20, 30, 40, 50, 60. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. എങ്ങനെയാണ് ഈ അരിത്തമെറ്റിക് മീൻ കണ്ടെത്തുന്നത്? ഇവിടെ കണ്ട പോലെ. ഇവിടുത്തെ കേസിൽ എങ്ങനെയായിരുന്നു? 3 എലമെൻ്റ് ഉണ്ടെങ്കിൽ മിഡിൽ വൺ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ ഓഫ് ദ അതർ 2. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ എ ഫസ്റ്റ് ടേം, ദെൻ ക്യാപിറ്റൽ A1, ക്യാപിറ്റൽ A2, അതേപോലെ ക്യാപിറ്റൽ A3 എക്സെട്ര, ക്യാപിറ്റൽ AN ആൻഡ് B. അതായത് എക്കും ബിക്കും ഇടയിൽ n അരിത്തമെറ്റിക് മീൻ ഉണ്ടെങ്കിൽ അവിടെയാണ് നാം ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? ഈ A1 എങ്ങനെ, A2, A3, AN ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അവിടെ എക്കും ബിക്കും ഇടയിൽ n അരിത്തമെറ്റിക് മീൻ ഉണ്ടെങ്കിൽ ഇതിലുള്ള കോമൺ ഡിഫറൻസ് എല്ലാം ഈക്വൽ ആകണം. അപ്പോൾ എ മുതൽ ബി വരെയുള്ള വാല്യൂവിനെ ഈ എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ കിട്ടും. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ആവശ്യം നമ്മളുള്ള ഡി എന്ന കോമൺ ഡിഫറൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ആവശ്യം. അതുകൊണ്ട് ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആയിരിക്കും. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ ആകെ n ടേം ഉണ്ട്, ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n+2th ടേമാണ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? an+2, ആകെ n+2 ടേം ഉണ്ട്. അപ്പോൾ an+2 എന്ന് പറഞ്ഞാൽ a പ്ലസ് അല്ലെങ്കിൽ a1 പ്ലസ് n+2 - 1 ഓൾ ഇൻറ്റു ഡി. ഇതാണ് തന്നിരിക്കുന്ന ബി, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് കാണുന്ന ബി ആണ് ഈ വാല്യൂ. അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെയും കൂടി എഴുതാം. a1 പ്ലസ് n+1 ഇൻറ്റു ഡി, n+1 ഇൻറ്റു ഡി, ഇതാണ് ബി. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡി കാണുക? n+1 ഇൻറ്റു ഡി ഈക്വൽ ടു ബി മൈനസ് a1. അതായത് ഡി ഈക്വൽ ടു ബി മൈനസ് a1 ബൈ n+1. ഈ ക്വസ്റ്റ്യനിലെ a1 എന്താ? a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? എ ആണ്. അതുകൊണ്ട് നമുക്ക് ഡി എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ഈക്വൽ ടു ബി മൈനസ് എ ബൈ n+1.
ബി മൈനസ് എ ബൈ എൻ പ്ലസ് വൺ. ഇതേ രീതിയിൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമുക്കിതിലൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 5 ആണ് ഫസ്റ്റ് ടേം. 5നും അതുപോലെ തന്നെ 50ക്കും ഇടയിൽ അരിത്തമെറ്റിക് മീൻ കണ്ടെത്തണം. അതായത് 5നും 50ക്കും ഇടയിൽ നമുക്ക് എത്ര അരിത്തമെറ്റിക് മീൻ കണ്ടെത്താൻ സാധിക്കും? ഇപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9 ഇത്ര അരിത്തമെറ്റിക് മീനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് ഇത് കാണുക നോക്കാം. അതായത് ഫസ്റ്റ് ടേം എത്രയാണ്? 5. ഇവിടെ ഇത് 10ാമത്തെ ടേം. 10th ടേം 50 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര ടേം ഉണ്ടായിരിക്കും? 8 ടേംസ്. അപ്പോൾ 5നും 50ക്കും ഇടയിൽ നാം എന്താണ് കണ്ടുപിടിക്കുന്നത്? 8 അരിത്തമെറ്റിക് മീനാണ് കണ്ടുപിടിക്കുന്നത്. ആ അരിത്തമെറ്റിക് മീൻ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? A1 8 അപ്പോൾ A1 A2 A3 A4 A5 A6 A7 A8 ഇടയിൽ 8 അരിത്തമെറ്റിക് മീൻ ഇൻസർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിനി കാണേണ്ടത് എന്താ? A1 മുതൽ A8 വരെയുള്ള വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് ടേംസ് n നമുക്കറിയാം. n എത്രയാണ്? 8. ഫസ്റ്റ് ടേം അറിയാം. അതായത് ഫസ്റ്റ് ടേം അറിയാം എന്ന് പറഞ്ഞാൽ A അറിയാം 5. B അറിയാം. B എത്രയാണ്? 50. n അറിയാം. 8 ഇൻസർട്ട് ചെയ്യേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? D ആണ് കാണാനുള്ളത്. ഇനി ആ D കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ഫോർമുല പറയുന്നത്. B മൈനസ് A ബൈ n പ്ലസ് 1. B 50 മൈനസ് 5 ബൈ 8 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 45 ബൈ 9 ഈക്വൽ ടു 5. D എന്നുള്ളത് 5 ആണ്. നമുക്ക് കൃത്യമായിട്ട് പറയാം. 5 പ്ലസ് 5 അതായത് 10 15 20 25 30 35 40 45 അടുത്ത വാല്യൂ 50. ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്നർത്ഥം. നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് തിയറി ഒന്ന് എഴുതാം. അരിത്തമെറ്റിക് മീൻ. if A capital A B is an AP is an arithmetic progression, then capital A is called the arithmetic mean of A and B. എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീനാണ് മിഡിൽ ടേം എന്നർത്ഥം. ഇഫ് എ ക്യാപിറ്റൽ എ ബി ആർ ഇൻ എ പി, ക്യാപിറ്റൽ എ മൈനസ് എ അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ്. Simplify that we can easily find capital A equal to A plus B by 2. If A1, A2, A3, etc. AN, B are in AP, then A1, A2, A3, etc. AN are called n arithmetic means between A and B. ഇതിലത് നമ്മൾ കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയിലൂടെ സ്മോൾ എയിലൂടെ ഡി കൂട്ടിയാൽ A1 കിട്ടും. A1ൽ നിന്ന് കൂടെ ഡി ആഡ് ചെയ്താൽ A2. അതേ രീതിയിൽ അവസാനം ANലൂടെ ഡി ആഡ് ചെയ്താൽ നമുക്ക് ലാസ്റ്റുള്ള ബി എന്നുള്ള നമ്പറും കിട്ടും. ഇതേ രീതിയിലാണ് അരിത്തമെറ്റിക് മീൻ കാണുന്നത്. ദെൻ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. 20 വരെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ദെൻ 21st. If A raised to n plus B raised to n by A raised to n minus 1 plus B raised to n minus 1 is the arithmetic mean between A and B, then find the value of n. n-ൻ്റെ വാല്യൂ എന്താണ്? എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് നമുക്കറിയാം. എന്തിനാണ് അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്? അതായത് A plus B by 2. അതായത് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം A plus B by 2 ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് മീൻ. അതായത് A raised to n plus B raised to n by
എ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് ബി റേസ് ടു എൻ മൈനസ് 1. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് ബി റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ. ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എ ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് 1. നമ്മൾ എഴുതുമ്പോൾ എല്ലായ്പ്പോഴും എ ഫസ്റ്റായിട്ട് എഴുതാൻ നോക്കുന്നു. ഈക്വൽ ടു 2 എ റേസ് ടു എൻ പ്ലസ് 2 ബി റേസ് ടു എൻ. നമുക്കിത് എ റേസ് ടു എന്നും ഇത് ബി റേസ് ടു എന്നും ആക്കി എഴുതാം. അപ്പോൾ എ റേസ് ടു എൻ പ്ലസ് എ ബി റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എ റേസ് ടു എൻ മൈനസ് 1 ബി പ്ലസ് ബി റേസ് ടു എൻ ഈക്വൽ ടു 2 എ റേസ് ടു എൻ പ്ലസ് 2 ബി റേസ് ടു എൻ. ഇതിൽ എ റേസ് ടു എൻ ക്യാൻസൽ ചെയ്യുന്നു രണ്ട് ഭാഗത്തും. അതുപോലെ തന്നെ ബി റേസ് ടു എന്നും ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ ബി റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എ റേസ് ടു എൻ മൈനസ് 1 ബി ഈക്വൽ ടു ഒരു ടേം ക്യാൻസൽ ചെയ്താൽ എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ. നമ്മൾ ഇനി ചെയ്യുന്നത് എ റേസ് ടു എൻ കോമൺ ആയിട്ട് എടുക്കുന്നു. എ റേസ് ടു എൻ. അപ്പോൾ ഈ എ റേസ് ടു എന്നും കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എ റേസ് ടു എൻ മൈനസ് 1 കോമൺ. ദെൻ ഇവിടെ ബി ആണ് ബാക്കി വരിക. ഇവിടെ എ റേസ് ടു എൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മൈനസ് എ പവർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമ്മൾ ബി റേസ് ടു എൻ മൈനസ് 1 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ബി വരും. ഇവിടുത്തെ ഒരു ടേം ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ ട്രാൻസ്പോസ് ചെയ്താൽ ബാക്കി ഇവിടെ എ വരും. എയും ബിയും ഈക്വൽ അല്ല. അപ്പോൾ എ ബി മൈനസ് എ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു ബി റേസ് ടു എൻ മൈനസ് 1. നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. അതായത് എ റേസ് ടു എൻ മൈനസ് 1 സ്റ്റെപ്പ് ഒന്നും കൂടി എഴുതുകയാണ്. ബി റേസ് ടു എൻ മൈനസ് 1. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എ റേസ് ടു എൻ മൈനസ് 1 ബൈ ബി റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു 1. അതായത് ഇങ്ങനെയും കൂടി എഴുതാം. എ ബൈ ബി ഓൾ റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു 1. ഇതിൻ്റെ അർത്ഥം ഒരു ടേമിൻ്റെ പവർ എൻ മൈനസ് 1 വന്നാൽ റൈറ്റ് സൈഡ് 1 വന്നു എന്ന് പറഞ്ഞ അർത്ഥം എൻ മൈനസ് 1 ഈക്വൽ ടു 0 ആണ്. ഒരു ടേമിൻ്റെ പവർ 0 വരുമ്പോഴാണ് 1 വരിക. അതുകൊണ്ട് നമുക്ക് എഴുതാം എൻ ഈക്വൽ ടു 1. n equal to 1. Then next question number 22. 22 question. Insert 6 numbers between 3 and 24 such that the resulting sequence is an AP. 3നും 24നും ഇടയിൽ 6 നമ്പേഴ്സ് ആണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് എൻ AP. ഇപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. n 6 കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ടേം 3 കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ a കിട്ടിയിട്ടുണ്ട് 3, b കിട്ടിയിട്ടുണ്ട് 24. എല്ലാ വാല്യൂ അറിയാം. നമുക്ക് ആ കിട്ടിയ ഡാറ്റ ഒന്ന് എടുത്തെഴുതാം. വി ഹാവ് n ഈക്വൽ ടു ഇൻസർട്ട് ചെയ്യണ നമ്പർ 6 ആണ്. പിന്നെ a ഈക്വൽ ടു 3, കൂടാതെ b ഈക്വൽ ടു 24. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് d ആണ്. d ഈക്വൽ ടു b മൈനസ് a ബൈ n പ്ലസ് 1. b ഈക്വൽ ടു 24. a ഈക്വൽ ടു 3 ബൈ n 6 പ്ലസ് 1. 21 ബൈ 7 ഈക്വൽ ടു 3. അപ്പോൾ d ഈക്വൽ ടു 3 കിട്ടി. d ഈക്വൽ ടു 3 കിട്ടിയാൽ നാം ചെയ്യേണ്ടത്
3യിലൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് എഴുതാം. The 6 numbers are അല്ലെങ്കിൽ the arithmetic means are എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. 3യിലൂടെ 3 ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 6. വീണ്ടും 3 ആഡ് ചെയ്താൽ 9. വീണ്ടും 3 ആഡ് ചെയ്താൽ 12. വീണ്ടും 3 ആഡ് ചെയ്താൽ 15. വീണ്ടും 3 ആഡ് ചെയ്താൽ 18. വീണ്ടും 3 ആഡ് ചെയ്താൽ 21. 1 2 3 4 5 6. ഇനി നമുക്ക് ഒരു 3 കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ലാസ്റ്റ് നമ്പർ എത്തി. അപ്പോൾ ദ അരിത്തമെറ്റിക് മീൻസ് ആർ 6, 9, 12, 15, 18 ആൻഡ് 21. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. Between 1 and 31, m numbers have been inserted in such a way that the resulting sequence is an AP. കൂടാതെ the ratio of 7th and n-1th numbers is 5:9. Find the value of n. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ബിറ്റ്വീൻ 1 and 31, 1നും 31നും ഇടയിൽ m നമ്പറാണ് ഇൻസർട്ട് ചെയ്യുന്നത്. കൂടാതെ റേഷ്യോ ഓഫ് 7th and n-1th നമ്പേഴ്സ് 5:9. അതിൽ നിന്ന് n-ൻ്റെ വാല്യൂ കാണണം. അപ്പോൾ നമുക്കിവിടെ തന്ന ഡാറ്റ പ്രകാരം ഇങ്ങനെ എഴുതാം. തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം, അതായത് നമ്മളിവിടെ ഇൻസർട്ട് ചെയ്യുന്ന നമ്പർ ഏതൊക്കെയാണ്? m നമ്പറാണ്. അപ്പോൾ m നമ്പർ ആണെങ്കിൽ നമുക്കതിനെ ക്യാപിറ്റൽ A1, A2, A3 എക്സെട്ര. അപ്പോൾ ഇൻസർട്ട് ചെയ്യണ നമ്പർ ഒന്ന് എഴുതാം. ലെറ്റ് ക്യാപിറ്റൽ A1, ക്യാപിറ്റൽ A2, m ആണ്. അപ്പോൾ ക്യാപിറ്റൽ AM be the numbers. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം A1 ആണ്. ബിറ്റ്വീൻ 1 and 2, അതായത് സ്മോൾ ലെറ്റർ എ ഫസ്റ്റ് ടേം 1 ആണ്. പിന്നെ ഇവിടെ ബി നമുക്കറിയാം, ഫോർമുല പ്രകാരമുള്ള ബി ഈക്വൽ ടു 31 ആണ്. പിന്നെ അടുത്ത ഒരു വാല്യൂ നമുക്കറിയുന്നത് എൻ, എത്ര ടേം ഉണ്ട് എന്നുള്ളത്. എൻ ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ m+2 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് 1 + m+2 - 1 × d. ഇതാണ് തന്നിരിക്കുന്ന 31. അതായത് ഇവിടെ പറയുന്നത് ഏതാ? 1നും 31നും ഇടയിലാണ്. അപ്പോൾ ഇത് പ്രകാരം നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ആവശ്യം d കാണലാണ്. അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. m+1 into d, m+1 into d equal to 30. അതായത് d equal to 30/m+1. കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഈ കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമുക്കിനി ഇങ്ങനെ എഴുതാം. അതായത് ഫസ്റ്റ് ടേം, എന്തിനാണ് നാം ഫസ്റ്റ് ടേം? അതായത് ഇൻസർട്ട് ചെയ്യണ ഫസ്റ്റ് ടേം എ ആണ്, A1 ആണ് രണ്ടാമത്തെ ടേം, A2 ആണ് മൂന്നാമത്തെ ടേം. ഇതേ രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് A1 ഈക്വൽ ടു ക്യാപിറ്റൽ A1 ഈക്വൽ ടു A+D ആണ്. അതായത് ക്യാപിറ്റൽ A1 എന്ന് പറഞ്ഞാൽ A+D ആണ്. ഫസ്റ്റ് ടേം എ ആണ്, ഇവിടെ ഒരു എ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് A2 എന്ന് പറഞ്ഞാൽ എന്താണ്? A2 ഈക്വൽ ടു A+2D ആണ്. 2D. അപ്പോൾ അതേ രീതിയിൽ നമുക്കിവിടെ 7th ആണ്. അപ്പോൾ A7 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? A+7D എന്നെഴുതാം. ഇനി നമുക്ക് പിന്നെ ആവശ്യം എന്താ? m-1th ടേമാണ്. അപ്പോൾ m-1 എന്ന് പറഞ്ഞാൽ എന്താണ്? A+m-1 × d ആയിരിക്കും. ഇനി ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? റേഷ്യോ ഓഫ് 7th ആൻഡ് m-1th ടേം.
n മൈനസ് 1th ടേം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം a പ്ലസ് 7d ബൈ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d. ഈ വാല്യൂ ആണ് തന്നിരിക്കുന്ന 5/9. നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പേജിൽ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഇപ്പം നേരത്തെ എഴുതാൻ, അതായത് a പ്ലസ് 7d നേരത്തെ ഒരിക്കൽ കൂടി എഴുതുകയാണ്. a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു ആണ് 5/9. ദെൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a 1 ആണ്. 1 പ്ലസ് 7 ഇൻറ്റു 30/m പ്ലസ് 1. ഇതാണ് നമ്മുടെ d ബൈ 1 പ്ലസ് m മൈനസ് 1 ഇൻറ്റു 30/m പ്ലസ് 1. ഇതാണ് തന്നിരിക്കുന്ന ഡാറ്റ 5/9. ഇതിനെ m പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലെ LCM കണ്ടാൽ m പ്ലസ് 1 ആണ് LCM, ഡിനോമിനേറ്ററിലെ LCMവും m പ്ലസ് 1 ആണ്. അപ്പോൾ ഒരേ ഡിനോമിനേറ്ററാണ് വരിക. ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്ററും ഒരേ വാല്യൂ ആണ് വരിക. അപ്പോൾ m പ്ലസ് 1 കൊണ്ട് കോമൺ ആയ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് m പ്ലസ് 1 ഇൻ m പ്ലസ് 1 പ്ലസ് ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല 7 ഇൻറ്റു 30 210 ബൈ ഇവിടെ 1 ഇൻറ്റു m പ്ലസ് 1. അപ്പോൾ m പ്ലസ് 1 ഇൻറ്റു ഇനി നമുക്ക് വരുന്നത് പ്ലസ് 30 ഇൻറ്റു m മൈനസ് 1 ഈക്വൽ ടു 5/9. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് m പ്ലസ് 21 m പ്ലസ് 211 ബൈ ഇതും സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ, ടോട്ടൽ വാല്യൂ നമുക്ക് വരുന്നത് 31m മൈനസ് 29. 31m മൈനസ് 29 ഈക്വൽ ടു 5/9. ഇവിടെ ചെയ്യുന്നത് 30m 1m, അപ്പോൾ അത് 31m ആയി. ദെൻ മൈനസ് 30 പ്ലസ് 1. ദെൻ ഇത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 9m പ്ലസ് 9 ഇൻറ്റു 211 ഈക്വൽ ടു 5 ഇൻറ്റു 31m മൈനസ് 5 ഇൻറ്റു 29. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 9m, ഇവിടെ 31m. അപ്പോൾ മൊത്തം 9m പ്ലസ് 2 ഇൻറ്റു 9 ഇൻറ്റു 211. സിംപ്ലിഫൈ ചെയ്താൽ 1899 ഈക്വൽ ടു 5 ഇൻറ്റു ഇത് വരെ 155m മൈനസ് 145. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇവിടെ 146m ഈക്വൽ ടു 2044. Therefore m equal to 2044 by 146. m ആണ് നമുക്ക് കാണാനുള്ളത്. m equal to സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 14 എന്ന് കിട്ടും. Therefore the value of m is 14. ഇതോടെ ഈ 9.2 എന്ന സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ചെയ്തു. ഇനി അടുത്ത ഭാഗത്ത് വരുന്നത് ജോമെട്രിക് സീരീസ്. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.
ഹാവ് എ നൈസ് ഡേ.